ഗ്രേറ്റ് ഹിമാലയൻ റൈഡ് സീസൺ 3യുടെ പുതിയതും അവസാനത്തെയും എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വീട്ടിൽ പോവാണ്. രാവിലെ 4 മണിക്ക് വിശാഖപട്ടണത്ത് നമ്മുടെ ഫാദറിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി കറക്റ്റ് 2 മണിക്കൂർ ഓടിച്ചു. 125 കിലോമീറ്റർ കവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ചെന്നപ്പട്ടണം ഫിൽറ്റർ കോഫി എന്ന് പറഞ്ഞിട്ടൊരു കട കണ്ടപ്പോൾ ഒരു കാപ്പി കുടിക്കാൻ വേണ്ടി കയറിയതാട്ടോ. ഇന്നത്തെ എപ്പിസോഡിൻ്റെ പേരാണ് പുഷിങ് ദ ലിമിറ്റ്സ്. കാരണം നമുക്ക് 1700 കിലോമീറ്റർ ഉണ്ട് നാട്ടിലേക്ക് വിശാഖപട്ടണത്ത്. അതിലൊരു എന്താ പറയുക, പകുതി കൂടുതലെങ്കിലും നമുക്കിന്ന് കവർ ചെയ്യണം. ഒരു 900 ഒക്കെ കവർ ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചിലപ്പോൾ എന്നെ കൊണ്ട് പറ്റില്ലായിരിക്കും കേട്ടോ, പക്ഷേ മാക്സിമം ഞാൻ പുഷ് ചെയ്യുമെന്ന്. അപ്പം 911 കിലോമീറ്റേഴ്സ് പോയി കഴിഞ്ഞാൽ നമ്മൾ അമ്പൂരെത്തും. മറ്റേ അമ്പൂർ ബിരിയാണിയൊക്കെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമല്ലേ. അപ്പോൾ അത് ബാംഗ്ലൂരിൻ്റെയും വെല്ലൂരിൻ്റെയും ഇടയിലാണ്. അപ്പോൾ ഇന്ന് രാത്രി അവിടെ പോയി കിടന്നു കഴിഞ്ഞാൽ നാളെ രാവിലെ പുലർച്ചെ എന്നിട്ട് നമുക്കൊരു ഉച്ചയാകുമ്പോഴത്തേക്കും നാട്ടിൽ ഓടിച്ചെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വോട്ട് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കണേ. അപ്പോൾ എനിക്കറിയില്ല എത്രത്തോളം പോസിബിൾ ആണെന്ന്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, പുഷിങ് ദ ലിമിറ്റ്സ് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഞാൻ ഹരി, വെൽക്കം ടു ടെൻ പിൻ സ്റ്റോറീസ്. ഇൻട്രോയിലെ ഞാൻ 1700 കിലോമീറ്റർ എന്നാണ് പറഞ്ഞു വിശാഖപട്ടണം. 1700 അല്ല കേട്ടോ, 1300 സ്ലിപ്പ് ഓഫ് എ ടങ്. ഇപ്പം ഒന്ന് ജസ്റ്റ് കേട്ട് നോക്കിയപ്പോഴാണ് 1336 38 അങ്ങനെ എന്തോ ആണ് കിലോമീറ്റർ. വാ, ഈ ഒരു അഡ്വഞ്ചറിന് ഞാൻ മുതിർന്നത്, അതായത് ഈ 900 കിലോമീറ്റേഴ്സ് ഓടിക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ളത് ഈ ആന്ധ്രയിൽ കൂടെ പോകുന്നതുകൊണ്ട് കേട്ടോ. അതായത് മെജോറിറ്റി ഓഫ് ദ റോഡ് നമ്മൾ ആന്ധ്രയിൽ കൂടെയാണ് പോകുന്നത്. മെജോറിറ്റി അല്ല, ആന്ധ്രയിൽ കൂടെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ അതാണ് ഒരു കോൺഫിഡൻസ്. കാരണം ഇവിടുത്തെ റോഡുകൾ അടിപൊളിയായിരിക്കും. പിന്നെ ഹൈവേയിലൊന്നും അത്ര തിരക്കുണ്ടാവില്ല. ചേട്ടൻ പേരയ്ക്ക ഉണ്ടോ നോക്കി, 2 സൈഡിലും പിന്നെ ബാക്കിലും നിറച്ചും പേരയ്ക്ക കേട്ടോ. എൻ്റെ ഇടയിൽ പേപ്പറൊക്കെ ചുരുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ, ചിലപ്പോൾ ചതഞ്ഞ് പോകാണ്ടിരിക്കാനൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ആന്ധ്രയിൽ കൂടെ പോകുന്നതുകൊണ്ടാണ് ഈ കോൺഫിഡൻസ്. കാരണം റോഡിൻ്റെ കാര്യത്തിൽ പേടിക്കേ വേണ്ട, കിടിലനായിരിക്കും. സപ്പോട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സപ്പോട്ട മേടിക്കട്ടെ. ഞാൻ എപ്പോൾ എത്താനാണ് സപ്പോർട്ട് 2-3 പ്രാവശ്യം ഇട്ടത് കാണുന്നു. വേണമെന്ന് ആലോചിക്കായിരുന്നു. 1 കിലോ 3-4 പീസ് നോ. ഓക്കെ, 3-4 പീസായിട്ടില്ല. ഇത് മൊത്തമായിട്ടേ തരുള്ളൂ. അതിന് 200 രൂപയാണ് കേട്ടോ. ഞാൻ ഈ 1 കിലോ ഒക്കെ അല്ലെങ്കിൽ ഇത്ര മേടിച്ചുകൊണ്ട് പോയിട്ട് എന്ത് ചെയ്യാനാണ്? അപ്പുറത്തുണ്ട്, നമുക്ക് എവിടെയെങ്കിലും ചോദിച്ചു നോക്കാം. ഇതിങ്ങനെ ചോദിക്കുക, ഭാഷ അറിയില്ലെങ്കിൽ ബുദ്ധിമുട്ടല്ലേ. ചേട്ടനോട് ചോദിച്ചു നോക്കാം. 50 rupees. ഹൗ മച്ച്? ഓക്കെ, അടിപൊളി സപ്പോർട്ടാടാ. 12 പീസ് തന്നു, 50 രൂപയ്ക്ക് കേട്ടോ. പിന്നെ ഞാൻ ബാർഗെയിൻ ചെയ്യുന്നില്ല, ആ ചേട്ടൻ്റെ കൈനീട്ടാണ്. ബോണി. അപ്പോൾ അതുകൊണ്ട് ക്യാഷായിട്ട് തന്നെ കൊടുത്തു. 12 പീസ് സപ്പോർട്ട് തന്നുണ്ട്. പോണ വഴിക്ക് നിർത്തി കഴിക്കാൻ എന്തെങ്കിലും മേടിക്കണം എന്ന് വിചാരിച്ചാൽ സപ്പോർട്ട സെറ്റ്. ഭായി കാസേ കിളിമേടു. ഓക്കെ ബൈ. ചിക്കു മേടിച്ച് ടോപ്പ് ബോക്സിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, നേരത്തെ കണ്ട ആൾക്കാരും ഇത്രയും പീസൊക്കെ തന്നെ വിൽക്കണേ. പക്ഷെ ആ പെരുമാറുന്നതിൻ്റെ രീതി വ്യത്യാസമാണ് കണ്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് 12 അല്ല കേട്ടോ, ഇത് ഒരു 10-25 പീസ് ഉണ്ടാവുമായിരിക്കും അതെല്ലാം കൂടിയിട്ട്. പക്ഷേ അവരത് പറയുന്ന രീതിയും ഈ ചേട്ടനെന്തേ എന്താണ് വെള്ളം ഒഴിക്കുക അതിൻ്റെ മുകളിൽ എന്തിനാണാവോ. അപ്പോൾ ഇതുപോലെ കുറേ ഇങ്ങനെ ഫ്രൂട്ട്സ് വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതെ, അടുത്ത ചേട്ടൻ ഇവിടെ ചക്ക വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ രാവിലെ ഇറങ്ങിയപ്പോൾ വിശാഖപട്ടണം കഴിഞ്ഞ ഉടനെ പുലർച്ചെ കേട്ടോ മാങ്ങ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കുറേ സ്ഥലത്ത്. പിന്നെ രാവിലെയൊക്കെ എങ്ങനെയാണ് മാങ്ങ വാങ്ങി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ആണ് മുന്നോട്ട് ഓടിച്ചു പോകണത്. നമുക്ക് എവിടെയോ വഴി തെറ്റി കേട്ടോ. വഴി തെറ്റിയെന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള തെറ്റിലല്ല. നമ്മൾ പോയിക്കൊണ്ടിരുന്ന ആ വലിയ നാഷണൽ ഹൈവേ നിന്ന് നമ്മൾ എങ്ങനെയോ ഒരു ടൗണിൻ്റെ ഉള്ളിലേക്ക് കിടന്ന് പിന്നെ ഇപ്പോൾ ടൗണിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതും നാഷണൽ ഹൈവേ ആണ് കേട്ടോ, 216A അങ്ങനെ എന്തോ ആണ്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയിൽ ജംഗ്ഷൻസ് വരിക, ടൗണുകളുടെ ഉള്ളിൽ കൂടെ പോകാം. അപ്പോൾ നല്ല തിരക്കുള്ളൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും മറ്റേ ഹൈവേയിലേക്ക് കടക്കാൻ പറ്റുമെന്ന് നോക്കുകയാണ്. അപ്പോൾ ഇടയിലൊന്ന് നിർത്തിയതാണ്. ഖാക്കര മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഭുവനേശ്വറിന്. അപ്പോൾ ഖാക്കരയും സപ്പോർട്ട് ഒരു 4-5 തട്ടി. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട്
നിങ്ങൾ വെള്ളമൊക്കെ കുടിച്ചു ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. 250 കിലോമീറ്റർ കഴിഞ്ഞു. നമ്മൾ ഇറങ്ങിയിട്ട് 4 മണിക്കൂർ 45 മിനിറ്റ് 4 മണിക്കൂർ 45 മിനിറ്റായി. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് സെറ്റായി, വയറൊക്കെ നിറഞ്ഞു കേട്ടോ. നമുക്കൊരു ചെറിയൊരു ഡിലേ വന്നു ഈ ഒരു ഭാഗത്തേക്ക് വന്നുകൊണ്ട്. നേരത്തെ റൂട്ട് പറഞ്ഞില്ലല്ലോ. നമ്മൾ വിശാഖപട്ടണത്തിൽ നിന്ന് എലൂര്, ഗുണ്ടൂർ, ഒങ്കോളെ, നെല്ലൂർ അങ്ങനെ പോകാമെന്നായിരുന്നു കേട്ടോ പ്ലാൻ. അതായത് അങ്ങനെ തന്നെയാണ് ഇപ്പോഴും പ്ലാൻ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചെറിയൊരു ഡീവിയേഷൻ എടുത്തു. ഇനി നമ്മൾ ഹൈവേയിലേക്ക് കയറും. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഈ നെല്ലൂർ പോയിട്ട് എവിടെയെങ്കിലും, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് നെല്ലൂർ? 405 കിലോമീറ്റർ ഉണ്ട് നെല്ലൂർക്ക്. അതായത് 7 മണിക്കൂർ. ഇപ്പോൾ സമയം 9 മണി. നമ്മളൊരു 4 മണി തൊട്ട് 6 മണിയുടെ ഉള്ളിൽ എപ്പോഴെങ്കിലും അവിടെ എത്തേണ്ടതാണ്. അപ്പോൾ അവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇരുന്ന് ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത്, അതായത് ഞാൻ പറഞ്ഞ 5 മിനിറ്റ് 10 മിനിറ്റ് അല്ല, ഒരു 1 hour 1.5 hours ഒക്കെ റെസ്റ്റ് എടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് പതുക്കെ ഓടിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കിലോമീറ്ററും കൂടി ഓടിച്ച് രാത്രി ഒരു 9 മണിയാകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ 10 മണിയാകുമ്പോഴത്തേക്കും എവിടെയെങ്കിലും സെറ്റിലാവുമെന്ന് വിചാരിക്കുക കേട്ടോ. ഗോദാവരി നദി നമ്മൾ ക്രോസ് ചെയ്തില്ലേ, അതിന് തൊട്ട് മുമ്പ് എപ്പോഴാണ് കേട്ടോ വഴി തെറ്റി ഈ ഒരു ഭാഗത്തേക്ക് വന്നത്. 216A കയറിയത്. ശരിക്കും നമുക്ക് 16 പോകേണ്ടത്. അപ്പോൾ അത് അങ്ങോട്ടാണ് മാപ്പ് ഇട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഉണ്ടല്ലോ വലിയൊരു അബദ്ധം പറ്റി. അതിപ്പോൾ എപ്പോഴാണ് പറയാൻ ഓർത്തെ. ഇന്നലെ ഭക്ഷണം കഴിക്കാൻ കയറിയപ്പം അവിടെ ഹോട്ടലിൻ്റെ ഓണർ എൻ്റെ അടുത്ത് പറഞ്ഞു പാൻറ്റ് കീറിയിരിക്കണമെന്ന്. ഞാനതിപ്പോൾ അങ്ങനെ വലിയ കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല. രാത്രി ഇന്നലെ ആ ഫാദറിൻ്റെ അവിടെ ചെന്ന് റൂമിൽ കയറി റൈഡിങ് പാൻസ് ഊരിയപ്പോഴാണ് എൻ്റെ റൈഡിങ് പാൻസിൻ്റെ ബാക്ക് സൈഡ് മൊത്തം കീറിയിരിക്കുക കേട്ടോ. കീറിയിരിക്കുകയെന്ന് പറഞ്ഞാൽ സ്റ്റിച്ച് വിട്ടേക്കണമെന്നല്ല, ആ പാൻറ്റ് കീറിപ്പോയേക്കാണ്. 4 മാസമായിട്ടുള്ളൂ പാൻറ്റ് വാങ്ങിയിട്ട്. റൈനോക്സിൻ്റെ പാൻറ്റാണ്. തൃശ്ശൂർ ബാൻഡിഡോസ് എന്ന് പറഞ്ഞിട്ടൊരു കടയിൽ നിന്ന് വാങ്ങിയതാണ്. അത്യാവശ്യം നല്ല വില കൊടുത്ത് വാങ്ങിയതാണ് കേട്ടോ. 6000 രൂപയുടെ അടുത്തുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 4 മാസം. ഈ ജാക്കറ്റ് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 8 കൊല്ലമായി. ഇതുവരെ അതിനൊരു കുഴപ്പമുണ്ടായിട്ടില്ല. പിന്നെ ഞാനൊന്ന് എടുത്ത് നോക്കിയപ്പോൾ പാൻറ്റിൻ്റെ ഈ ഭാഗമൊക്കെ കണ്ടോ, ഇത് ഇവിടെയൊക്കെ കീറിയേക്കാണ്. സ്റ്റിച്ച് വിട്ടേക്കണമല്ല, അതിൻ്റെ തുണി മെറ്റീരിയൽ കീറിപ്പോയേക്കാണ്. അപ്പോൾ എത്രത്തോളം ക്വാളിറ്റി ഇല്ലാത്തൊരു സാധനമാണ് ഞാൻ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇട്ടുകൊണ്ട് നടക്കണമെന്ന് ഞാൻ ആലോചിക്കണം. നാട്ടിൽ ചെന്നിട്ട് വേണം കൊണ്ട് തിരിച്ചു കൊടുക്കാൻ. എന്താണ് ഈ റൈഡിങ് പാൻസൊക്കെ ആൾക്കാർ ഒരു ലോങ് ടേം ആയിട്ട് വാങ്ങുന്നൊരു സാധനമല്ലേ. അങ്ങനെ ഓടിച്ച് നമ്മളിതേ നാഷണൽ ഹൈവേ 16 ഭാഗത്ത് എത്തി കേട്ടോ. ഇത്രയും നല്ലൊരു ഹൈവേ അവിടെ കിടന്നിട്ടാണ് നമ്മൾ ഈ നാട് മുഴുവൻ ചുറ്റി വന്നത് കേട്ടോ. നമുക്കൊരു 36 കിലോമീറ്റർ നഷ്ടമാണ് മറ്റേ ഈ വഴി വന്നതിൽ. പിന്നെ കുറേ സമയവും ഇതിൽ വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി സ്പീഡിൽ പോകുമായിരുന്നു. പിന്നെ കുഴപ്പമില്ല, നമ്മൾ സപ്പോർട്ടൊക്കെ കഴിച്ചുമല്ലോ. പക്ഷേ ഇന്നത്തെ ദിവസമേ നമുക്ക് ഇത്രയും ദൂരം കവർ ചെയ്യാനുണ്ട്. നമ്മൾ ഈ എന്താ പറയുക, നിറഗർഭിണി അയലക്കത്തെ വീട്ടിലെ കൊച്ചിനെ എടുക്കണ പോലെയായി. ഓൾറെഡി ഒരു 1000 കിലോമീറ്ററിന് അടുത്ത് ഓടിക്കാനുണ്ട്. അതിൻ്റെ ഒപ്പം ഒരു 36 കൂടി. സമയം ചെല്ലുന്തോറും മൂടിക്കെട്ടി നിന്ന ആകാശം തെളിഞ്ഞ് വെയിൽ കൂടി വന്നു. വെയിൽ മാത്രമല്ല കേട്ടോ, നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട്. എലൂര് കടന്ന് വിജയവാഡ കയറിയപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഡിവൈഡറിൽ പല നിറത്തിലുള്ള പൂക്കളുള്ള ചെടികൾ, ചിലത് ബുഷ് പോലെ വളരുന്നവ, അതൊക്കെ വെട്ടി ഷെയ്പ്പാക്കി നിർത്തിയിട്ടുണ്ട്. ഇത് ചെറിയ പാച്ചൊന്നുമല്ല, കിലോമീറ്ററുകൾ ഇങ്ങനെയാണ്. സിറ്റിയോടടുത്തതും വെയിലിനൊപ്പം ട്രാഫിക്കും കൂടി. നട്ടുച്ചയ്ക്കുള്ള വെയിലും കൂടെ ചുറ്റുമുള്ള വണ്ടികളുടെ ചൂടിലും ഞാൻ റൈഡിംഗ് ഗിയറിന്റെ ഉള്ളിലിരുന്ന് വെന്തു. ആകെയുള്ളൊരാശ്വാസം കീറിയ പാൻറിന്റെ ഉള്ളിലൂടെയുള്ള എയർ സർക്കുലേഷനാണ്. പിന്നീട് അങ്ങോട്ട് ട്രാഫിക് കുറഞ്ഞു. പക്ഷെ വണ്ടി ഒന്ന് ഒതുക്കി റെസ്റ്റ് എടുക്കാൻ ഒരു കാക്കക്കാലിന്റെ തണല് പോലും കിട്ടാനില്ല. പണ്ടൊരു പരസ്യം ഉണ്ടായിരുന്നില്ലേ, വേനൽക്കാലത്ത് വരുന്നത്, സൂര്യൻ ഇങ്ങനെ സ്ട്രോ വെച്ചിട്ട് കളിക്കുന്ന കുട്ടികളുടെ മേത്ത് ഇങ്ങനെ വെള്ളം കുടിക്കുന്ന ആ ഒരു ഫീലിംഗ് കേട്ടോ. ഞാൻ എത്രയോ കിലോമീറ്ററുകളായിട്ട് ഒരു തണൽ തപ്പി നടക്കുക കേട്ടോ. ഇപ്പോഴാണ് ഒരു ബസ് സ്റ്റോപ്പ് കിട്ടിയത്. നമ്മൾ ഇറങ്ങിയിട്ട് 9.5 മണിക്കൂറായിട്ടോ. 4 മണിക്ക് ഇറങ്ങി, ഇപ്പോൾ സമയം 1:30 498 കിലോമീറ്റർ കവർ ചെയ്തു. ഇനി നമുക്ക് നെല്ലൂർക്ക് 150 കിലോമീറ്റർ ഉണ്ട്. 2.5 മണിക്കൂർ. അവിടെ ചെന്നിട്ട് എവിടെയെങ്കിലും നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. ഇപ്പോൾ ആസ് പെർ പ്ലാനിലാട്ടോ പോണേ. പിന്നെ ഒരു 36 കിലോമീറ്റർ വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ 536 കിലോമീറ്റർ, 534 കിലോമീറ്റർ ഇറങ്ങിയിട്ട് ആ വഴി തെറ്റിപ്പോയത്. എൻ്റെ അമ്മോ, ഇനി ഓടിയാൻ നടുവൊക്കെ. സ്ഥലത്തിൻ്റെ പേരെന്താ? തിമ്മപ്പലം. വന്നപ്പോൾ നല്ല വെയിലായിരുന്നെങ്കിൽ ഒരു കാർമേഘം വന്നിട്ട് ആ സൂര്യനെ മൂടി ഇപ്പോൾ ഒരു മഴയ്ക്കുള്ള കോളായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്നലത്തെ പോലെ റോഡ് സൈഡിൽ ഒരു കുളം കിട്ടിയിരുന്നെങ്കിൽ ഇപ്പം ഞാൻ ഉറപ്പായിട്ട് എൻ്റെ അത് ചാടി ഇറങ്ങിയാണ് കേട്ടോ. ആ റോഡ് സൈഡിൽ എന്ന് പറഞ്ഞപ്പോഴാണ്
ഇവിടെ ഉണ്ടല്ലോ വരുന്ന വഴി റോഡ് സൈഡിൽ മൊത്തം ടൊബാക്കോ കൾട്ടിവേഷൻ ആട്ടോ. എനിക്ക് വണ്ടി ഇറക്കാൻ പറ്റുന്ന ഒരു ഇതിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ഇതൊക്കെ ടൊബാക്കോ ആണ്, കാണുന്നൊക്കെ ടൊബാക്കോൻ്റെ കൾട്ടിവേഷൻ ആണ്. പക്ഷെ നമുക്ക് അതിങ്ങനെ തൊട്ടടുത്തായിട്ട് കാണുന്നില്ല. അപ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടൊബാക്കോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആന്ധ്രാപ്രദേശാണ്. FCV ഫ്ലൂ ക്യൂവേർഡ് വിർജീനിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. അത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇവിടെ ആന്ധ്രാപ്രദേശിലാണ്. അത് തന്നെ ഗുണ്ടൂർ ഡിസ്ട്രിക്റ്റ്, നമ്മളിപ്പോൾ ഗുണ്ടൂർ ഡിസ്ട്രിക്റ്റ് കൂടെയാണ് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ടൊബാക്കോ ഉണ്ട്. അതിങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. മറ്റേ ഈ ക്യാമറയിൽ അത് അത്ര ക്ലിയർ ആയിട്ട് കിട്ടില്ല. പക്ഷേ ഞാൻ എവിടെയെങ്കിലും കാണുമ്പോൾ വണ്ടി ഒതുക്കിയിട്ട് കാണിച്ചു തരാം. ബാഗ് സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് നടന്നു പോകുന്ന റിസ്ക് ആണ്, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് പതുക്കെ ഇറങ്ങിയാലോ. ഇനി 2 മണിക്കൂർ കൂടി ഓടിച്ചാൽ നെല്ലൂർ എത്തും. അവിടെ പോയി പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കാം. ഇപ്പോൾ പ്രോപ്പറായിട്ട് റെസ്റ്റ് ഒക്കെ എടുത്തു. എന്നാലും ഇങ്ങനെ വേർത്ത് ഒലിച്ചേക്കാണ് മറ്റേ പാൻറ്റും ഇതിൻ്റെ അകത്ത് ലൈനറും ഒക്കെ. അതാണ് ഞാൻ ഇതൊക്കെ ഊരിയിട്ടിട്ട് ഇരിക്കുകയായിരുന്നു. ഒന്ന് ഡ്രൈ ആവുകയാണെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട്. ആൾക്കാരൊക്കെ വഴിയിൽ പാസ് ചെയ്യുമ്പോൾ ഇവരെന്താ പാൻറ്റ് ഊരിയിട്ടിരിക്കുന്നത് എന്നുള്ള ഒരു നോട്ടം നോക്കുന്നുണ്ട്. ഇത് തിമ്മനപ്പലയമാട്ടോ. ഞാൻ തിമ്മപ്പലയം എന്നല്ലേ പറഞ്ഞത്, തിമ്മപ്പലയമല്ല തിമ്മനപ്പലയം. മഴ ചാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു തണുത്ത കാറ്റും വീശുന്നുണ്ട്. അത് നല്ലൊരു പരിപാടിയാണ്, തണുത്ത കാറ്റ്. കല്യാണി കളവാണി ചൊല്ലമ്മിണി ചൊല്ല്, വെള്ളിത്താരകൾ പൂത്തിറങ്ങിയതാൺ പൂവോ പെൺപൂവോ, ആൺപൂവാണേലമ്പലപ്പുഴ ഉണ്ണിക്കണ്ണന് മാലയ്ക്ക്, പൂവാണേലാമത്തൊരു കാർവർണ്ണനു മാലയ്ക്ക്, കല്യാണി കളവാണി ചൊല്ലമ്മിണി ചൊല്ല്, വെള്ളിത്താരകൾ പൂത്തിറങ്ങിയതാൺ പൂവോ പെൺപൂവോ. ഭക്ഷണം കഴിക്കാൻ കയറ്റണമല്ല കേട്ടോ. അവിടെ മറ്റേ കഞ്ചാവ് എന്ന് പറയാൻ വന്നത് പുകയിലയുടെ കൃഷിയുണ്ട്. അതെ, ആ കാണുന്നതൊക്കെ പുകയിലയുടെ കൃഷിയാട്ടോ. പക്ഷെ അതെങ്ങനെ ഇപ്പം അങ്ങോട്ട് പോവുക? വഴിയില്ല, ഇവിടുന്ന് വഴിയില്ല. ആ ഒരു സൈഡിൽ നോക്കാം. വേണമെങ്കിൽ ഇതൊരു ഫോട്ടോ ബാക്ക്ഗ്രൗണ്ടിലിട്ട് കാണിച്ച് ഒഴിവാക്കായിരുന്നു. പക്ഷേ ഇത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഈ ബൈക്കും എടുത്ത് ഇറങ്ങിയേക്കണേ. ആരുടെയോ പറമ്പിലേക്കായിട്ടാ പോണേ. കണ്ട ടൊബാക്കോ കൾട്ടിവേഷൻ. ഞാൻ ആ ടൊബാക്കോ ഫീൽഡിലേക്ക് നടന്നപ്പോഴേ അവിടെ ഒരു ചാർപ്പായാലൊരു ചേട്ടൻ ഇരിക്കുന്നുണ്ട്. ഞാൻ കണ്ടില്ല കയറി വന്നപ്പം. ആ ചേട്ടൻ അവിടെ നിന്ന് കൈയോട്ടി വിളിച്ചു. ഞാൻ വിചാരിച്ചു അതിക്രമിച്ച് കിടന്നതിന് ചീത്ത പറയാനാണ്. അവിടെ ചെന്നപ്പോൾ പറയാ പാൻറ്റ് കീറിയിരിക്കുന്നുണ്ടെന്ന്. അയ്യോ വിറ്റ് നാട് നീളം നടന്ന ഷോ ആണ്. ഞാൻ ഇവിടെ നിന്നിട്ട് ആൾക്ക് അവിടെ നിന്ന് കണ്ട് പാൻറ്റ് കീറിയിരിക്കുകയാണ്. വേറെ പാൻറ്റ് ഉണ്ടോ ബോക്സിൽ നിന്ന്. അപ്പോൾ അതേ ഞാൻ അപ്പോൾ പെർമിഷൻ ചോദിച്ചു. ഞാൻ കയറി ഫോട്ടോ എടുത്തോട്ടെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ഞാൻ കയറിക്കോളാൻ പറഞ്ഞു കേട്ടോ. ഇതാണ് പുകയിലയുടെ ചെടി കേട്ടോ. അതിനൊരു പൂവുണ്ട്, ഒരു പിങ്ക് കളർ പൂവ്. ഇതിലുണ്ട് ഈ കാണുന്നതിന്. നല്ല രസമല്ലേ പൂ കാണാൻ? നിക്കോട്ടിയാന ടൊബാക്കമാണ് അതിൻ്റെ ശാസ്ത്രീയ നാമം കേട്ടോ. എന്തൊരു വലിയ ഇലയല്ലേ ഇതിൻ്റെ, ഭയങ്കര വലിയ സൈസാണ് കേട്ടോ. ഞാനിതിങ്ങനെ ഉണങ്ങി എവിടേക്കോ കണ്ടിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഒരു ചെറിയ കഷ്ണം പൊട്ടിച്ച് നോക്കാം കേട്ടോ. അയ്യോ വലിയ കഷ്ണം പോകുന്നത് ഇങ്ങനെ പുഴു വന്നൊരു ഭാഗമായിരുന്നു, അതുകൊണ്ട് പൊട്ടിച്ച. ഇങ്ങനെ ഒട്ടും ടൊബാക്കോൻ്റെ മണല്ല കേട്ടോ. ഒരു തരത്തിൽ തന്നെ ടൊബാക്കോൻ്റെ മണല്ല ഇല്ല. ഇവിടെ ഉണങ്ങിയ ഇലയൊക്കെ കിടക്കണ്ട കേട്ടോ. കണ്ടോ, അതൊക്കെ ഇതൊന്ന് ഉണങ്ങി വീണേക്കണ. ഇതിന് പിന്നെയും എന്തോ ഒരു മൂക്കിപ്പൊടീൻ്റെ ഒക്കെ മണം ശരിക്കും. അതേ അങ്ങനത്തെ ഒരു മണം കേട്ടോ വരണേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മനുഷ്യനെ ഏറ്റവും കൂടുതൽ കൊല്ലുന്ന ഒരു ചെടിയല്ലേ. ചെടീനെ കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ, മനുഷ്യനെ തന്നെ കുറ്റം പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വിടുക. അത് വിടാൻ ഈസിയാണ്, നമുക്കങ്ങനെ പാടാന്നൊക്കെ തോന്നും. എക്സ്പീരിയൻസ്ഡ് ആണ് ഞാൻ. അപ്പോൾ ആർക്കെങ്കിലും ടിപ്സ് വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചാൽ മതി. പറ്റാവുന്ന പോലെ ഹെൽപ്പ് ഞാൻ ചെയ്യാം. ചേട്ടൻ പോയാ? താങ്ക് യു. സമയം 4:30 ആവാൻ പോണു. വണ്ടി എടുത്ത് ഇറങ്ങിയിട്ട് 12 മണിക്കൂർ കഴിഞ്ഞു. നമ്മളിതേ നെല്ലൂർ എത്തിയേക്കാം കേട്ടോ. അപ്പോൾ നെല്ലൂർ ടച്ച് ചെയ്യില്ല, ഇതൊരു ഔട്ടർ റിംഗ് റോഡ് പോലെയാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ബൈപ്പാസ് പോലെ പോവാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ വയ്യ, ഒന്ന് റെസ്റ്റ് എടുക്കണമെന്നുണ്ട്. കാലൊക്കെ വേദനിച്ചു തുടങ്ങി, മുട്ടും ഒക്കെ. എന്താണെന്നറിയില്ല, ഈ വൈബ്രേഷൻ കാരണമായിരിക്കും. ഭയങ്കര വൈബ്രേഷൻ ഉണ്ട് വണ്ടിക്ക്. എവിടെയെങ്കിലും ഒന്ന് വണ്ടി ഒതുക്കി ഒരു 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ
റെസ്റ്റ് എടുത്ത് ഈ ഡ്രസ്സൊക്കെ ഒന്ന് ഊരിയിട്ട് പറ്റുകയാണെങ്കിൽ കുളിക്കാൻ എന്തെങ്കിലും ഒരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. കുറച്ചും കൂടി ഒന്ന് ഫ്രഷ് ആകുമല്ലോ. എന്നിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇവിടുന്ന് ചെന്നൈയൊക്കെ തൊട്ടടുത്താട്ടോ. ചെന്നൈക്ക് എത്ര 170 കിലോമീറ്ററോ 160 കിലോമീറ്റർ കണ്ടല്ലേ. ബാംഗ്ലൂർക്ക് 410. അങ്ങനെ ഇപ്പോൾ ഒരു ബോർഡ് കണ്ടു. കുറേ നേരമായിട്ട് ഇവിടെ ഇരിക്കുന്നു. കുറേ നേരമായി. ഡ്രസ്സൊക്കെ ഇങ്ങനെ ആകെ വേർത്ത് നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഉണങ്ങണ വരെ എല്ലാം ഊരി ആ ചെയറിലിട്ടു ഉണങ്ങാൻ വേണ്ടി. പിന്നെ ഒരു ഷോർട്സൊക്കെ എടുത്തിട്ട് കുറേ നേരം ഇവിടെ ഇരുന്നു. 2 ബട്ടർ മിൽക്കും ഒരു കട്ടൻ കാപ്പിയും കുടിച്ച് അങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിനി ഏകദേശമല്ല 258 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് തമിഴ്നാട്ടിലെ, അത് കൃഷ്ണഗിരിയുടെ ബാംഗ്ലൂരിൻ്റെ അടുത്താണ് വരുന്നത്. അവിടേക്ക് ഇനി 4 മണിക്കൂർ 53 മിനിറ്റ് 258 കിലോമീറ്റർ. അപ്പോൾ രാത്രി നമ്മൾ 10:47 മാപ്പിൻ്റെ കണക്ക് എത്തുക കേട്ടോ. അപ്പോൾ സമയം 6 മണിയാവണം. സൂര്യൻ അസ്തമിച്ച് തുടങ്ങി. ഞാൻ ആദ്യം നിർത്തണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ ഒട്ടും ഇതായിരുന്നു. കാലൊക്കെ ഭയങ്കരമായിട്ട് വേനെടുക്കണം. നീര് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കാല് ഇത്രയും നേരം ഓടിച്ചിട്ട്. അപ്പോൾ നമ്മൾ 690 കിലോമീറ്റർ ഓടിച്ചു കേട്ടോ ഇന്ന്. ഇതുവരെ വിശാഖപട്ടണത്ത് ഇവിടെ ആയിരുന്നു 690 കിലോമീറ്ററാണ്. അപ്പം എന്തായാലും അവിടെ എത്തുമ്പോൾ നല്ല ലേറ്റ് ആവും. നോക്കാം, ഞാൻ അവിടെ വരെ ഓടിക്കാന്നുള്ളൊരു ഇതിൽ തന്നെയാണ് പോകണേ. നമുക്ക് നോക്കാം, അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാൻ. വഴിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാറ്റങ്ങൾ വരുത്താം. പോവാന്നാ. റെസ്റ്റ് എടുത്ത സ്ഥലത്ത് കഴിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് മുന്നോട്ട് പോയി ഒരു ഡ്രൈവ് ഇൻ ഫാസ്റ്റ് ഫുഡ് ഔട്ട്ലെറ്റ് കണ്ടപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് കരുതി ചെന്നൊരു ചിക്കൻ ബർഗറും പറഞ്ഞ് അതും വാങ്ങി കുറച്ച് മുന്നോട്ട് ഓടിച്ച് റോഡ് സൈഡിൽ നിന്ന് ആർത്തി പുറത്ത് കാട്ടാതെ ആ ഫുഡും കഴിച്ച് പിന്നെയും വണ്ടി എടുത്ത് ഇറങ്ങി. സൂര്യൻ അസ്തമിച്ച് ഇരുട്ടായിട്ടോ. ഹൈവേയിൽ നിന്ന് ഈ കാണുന്ന ഡീവിയേഷൻ എടുത്ത് തിരുപ്പതി സൈഡിലേക്ക് പോകണം. റോഡിന്റെ കാര്യത്തിൽ ഇതുവരെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പിൽഗ്രിംസ് ഒക്കെ കുറെ വരുന്നോണ്ടാവാം സ്ട്രീറ്റ് ലൈറ്റ്സ് ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ ഓടിക്കാൻ അധികം പ്രയാസം തോന്നുന്നില്ല. ശ്രീകാളഹസ്തി കഴിഞ്ഞ് 40 കിലോമീറ്റർ കഴിഞ്ഞതും വലത്ത് വശത്ത് ദൂരെ തിരുമല അമ്പലത്തിന്റെ വെളിച്ചം കണ്ടു തുടങ്ങി. കൂടെ റോഡിന്റെ 2 സൈഡിലും വലിയ വലിയ ഹോട്ടലുകളും. ചുറ്റൂരെത്താറായപ്പോൾ ഒരു ധാബയിൽ കയറി റൊട്ടിയും പരിപ്പ് കറിയും പറഞ്ഞു. ലോറി ചേട്ടന്മാരൊക്കെ നിർത്തുന്ന ഓജി ധാബയാണ് കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ച് പുറത്തിറങ്ങി കേട്ടോ. നമുക്കിനി അമ്പൂർക്ക് 75 കിലോമീറ്റർ 1 മണിക്കൂർ 48 മിനിറ്റ് എന്നാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത് കേട്ടോ. വേറൊരു കാര്യം കൂടി ഗൂഗിൾ മാപ്പ് കാണിക്കുന്നുണ്ട്. ഇനി തൃശ്ശൂർക്ക് എൻ്റെ വീട്ടിലേക്ക് വെറും 501 കിലോമീറ്റർ മാത്രം. ഈ കാണുന്ന എനർജി റൊട്ടിയുടെയും ദാലിൻ്റെയും ഒന്നല്ല, ബ്ലഡിൽ ഓവർഡോസ് ആയിരിക്കുന്ന കഫീൻ്റെയും ഡോറിൻ്റെയാണ്. ചിറ്റൂര് കഴിഞ്ഞതും റോഡ് ഇടുങ്ങി അണ്ണീവനായി. പോരാത്തതിന് നല്ല ട്രാഫിക്കും. ശരിക്കും മടുത്തു ഞാൻ. പക്ഷെ അവിടെ എത്തണം എന്നുള്ള ഒറ്റ വാശിപ്പുറത്താണ് ഈ പോക്ക്. തമിഴ്നാട് ബോർഡർ ക്രോസ് ചെയ്ത് വെല്ലൂർ എത്തിയപ്പോൾ വണ്ടി ഒന്ന് സൈഡാക്കി. ബോഡി അതിൻ്റെ സാച്ചുറേഷൻ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് റോട്ടിൽ ഉലാത്തി അമ്പൂരിൽ ഒരു നല്ല ഹോട്ടലും ബുക്ക് ചെയ്ത് യശോദേ എന്നും പറഞ്ഞൊരൊറ്റ വിടൽ. ഓടിച്ചമ്പൂരെത്തി ബുക്ക് ചെയ്ത ഹോട്ടലിൽ പോയി അവിടെ ഉറങ്ങിക്കിടന്ന പാവൻ ചേട്ടനെ വിളിച്ചുണർത്തി ചെക്ക് ഇൻ ചെയ്തു. അങ്ങനെ 20.5 മണിക്കൂർ വിശാഖപട്ടണത്ത് നിന്ന് വണ്ടി ഓടിച്ച് 968 കിലോമീറ്റർ. വഴി തെറ്റിയതടക്കം ഓഡോമീറ്റർ കാണിക്കുന്നത് 968 കിലോമീറ്റർ കവർ ചെയ്തു എന്നാണ്. കവർ ചെയ്ത് നമ്മൾ തമിഴ്നാട്ടിലെ അമ്പൂരിലെത്തിയേക്കാണ്. രംഗൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായതല്ലേ അമ്പൂരെത്തിട്ടോ. ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല കേട്ടോ എന്നെനിക്ക് ഇവിടെ എത്താൻ പറ്റുന്ന. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും ലോങ് ആയിട്ട് ഓടിച്ചിട്ടില്ല. എൻ്റെ 600-610 മാക്സിമം ഓടിച്ചിട്ടുണ്ടാവുള്ളൂ. അതിൽ അല്ലെങ്കിൽ 650 മാക്സിമം. ഇത് ആദ്യമായിട്ടാണ്. ഞാൻ സത്യമായിട്ട് ഞാൻ വിചാരിച്ചില്ല എന്ന് ഇവിടെ ഓടിച്ചെത്തുന്ന. ഞാൻ ഒരു മാക്സിമം ചിറ്റൂർ വരെയൊക്കെ മാക്സിമം എത്തും, അല്ലെങ്കിൽ നെല്ലൂർ കിടക്കാൻ ചിറ്റൂർ എന്നൊക്കെയാണ് വിചാരിച്ചത്. റോഡ് അത്ര അടിപൊളിയായിരുന്നു, അല്ലെങ്കിൽ ഓടിച്ചെത്താൻ പറ്റില്ല. ഇത് ഓൾമോസ്റ്റ് ട്രിവാൻഡ്രം ഗോവയൊക്കെ പോകുന്ന ആ ഒരു അത്രയും ലെങ്ത് ഉണ്ട് കേട്ടോ. ഞാൻ എന്നെ ഇങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, പക്ഷേ പിന്നെ
ഇന്ന് ഹോട്ടലിൽ അതൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഈ പാൻറ് കീറിയിട്ടേ ആൾക്കാർ നോക്കാന്ന് ഇങ്ങനെ നോക്കി കളിയാക്കാൻ മൊത്തം പ്രശ്നം കേട്ടോ. അത് കഴിഞ്ഞ് ഇതിൻ്റെ സിബ് പൊട്ടി. ഞാൻ എന്നിട്ട് വഴിയിലൊരു വയറെന്തോ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സിബിനൊരു എക്സ്റ്റൻഷൻ ഉണ്ടാക്കി. ഫോൺ അവിടെ മൗണ്ട് ചെയ്ത് ഫോണിൻ്റെ സ്ക്രീന് അത് നൂരി പോന്നു. ഈ ഡോമിനാറിന് നല്ല വൈബ്രേഷനാണ്. അപ്പോൾ ഇതേ സ്ക്രീൻ പൊളിഞ്ഞു പോകുന്നു. സ്ക്രീൻ കത്തുന്നൊക്കെ ഉണ്ട്, പക്ഷെ അത് പോയി. അങ്ങനെ എല്ലാം കൊണ്ടും മൊത്തത്തിൽ പ്രശ്നമാണ്. അപ്പം എന്തായാലും നാളെ രാവിലെ ഇപ്പം സമയം എത്രയാണെന്നറിയോ? 12:28. നാളെ രാവിലെ ഒരു 7 മണിക്കെങ്കിലും ഇവിടുന്ന് ഇറങ്ങിയില്ലെങ്കിൽ പിന്നെ ഓട്ടിയാലും കാര്യങ്ങളും നടക്കില്ല. കാരണം 427 കിലോമീറ്റർ 7 മണിക്കൂർ 42 മിനിറ്റ് ഉണ്ട് ഇപ്പം വീട്ടിലേക്ക്. അപ്പോൾ പിന്നെ റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം ഞാൻ വേഗം കിടന്ന് ഉറങ്ങട്ടെ. കുളിച്ചിട്ട് വേഗം കിടക്കും. രാവിലെ ഒരു 6 മണിയാകുമ്പോൾ എനിക്ക് 7 മണിക്ക് ഇറങ്ങാമെന്ന് വിചാരിക്കാം. അപ്പോൾ നാളെ രാവിലെ കാണാം. 4 മണിക്കൂറേ ഉറങ്ങിയിട്ടുള്ളൂ. എങ്കിലും അത് നല്ല സുഖമായിട്ട് ഉറങ്ങി. കിടന്നതേ ഓർമ്മയുള്ളൂ. ഇനി 431 കിലോമീറ്റർ ബാക്കി. ധർമ്മപുരി ഭാഗത്ത് ഘാട്ട് റോഡിൽ നല്ല അസല് ബ്ലോക്ക് ഉണ്ട്. പക്ഷേ സ്വന്തം ബൈക്കിൽ സൈറനിട്ട് ഹെൽമെറ്റും വെക്കാതെ പോകുന്ന ഒരു പോലീസ് മാമന്റെ പുറകെ കൂടി ഒരു തരത്തിൽ ആ ബ്ലോക്കിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷെ ഇതൊന്നുമല്ല പ്രധാന പ്രശ്നം. പൃഷ്ഠത്തിന്റെ വേദന കാരണം ഇരിക്കാൻ വയ്യ. എഴുന്നേറ്റ് നിന്നും വണ്ടി നിർത്തിയും ചെരിഞ്ഞിരുന്നും ഒരു തരത്തിൽ ഞാൻ സേലവും ഈറോഡും തിരുപ്പൂരും കടന്ന് വാളയാറെത്തി. അങ്ങനെ ഓടിച്ച് നമ്മൾ കേരള തമിഴ്നാട് ബോർഡർ എത്തിയേക്കാണ്. ദേ ആ പാലം കടന്നു കഴിഞ്ഞാൽ കേരളമാണ് കേട്ടോ. ഡോമിക്കുട്ടൻ 2024 ഫെബ്രുവരിയിൽ കേരളം വിട്ടതാണ് കേട്ടോ. പോകുമ്പോൾ ഓഡോമീറ്റർ 18,000 ആയിരുന്നു. ഇപ്പോൾ 39,500 ആയിട്ടുണ്ട് കേട്ടോ കിലോമീറ്റർ. അപ്പോൾ ഡോമിക്കുട്ടൻ നല്ലൊരു ഓട്ടോ ഓടിയിട്ടുണ്ട്. 2 വർഷത്തിന് ശേഷം ഡോമിക്കുട്ടൻ നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. ചെറിയൊരു പ്രശ്നമുണ്ട്. നമുക്ക് നമ്മുടെ ഓയിൽ ലീക്കാവുന്നുണ്ട്. എവിടുന്നാന്ന് എനിക്കറിയില്ല. എന്തായാലും ഓയിൽ ലീക്കാവുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നിർത്തുന്നില്ല, പോയിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം കേരളത്തിൽ ഈ ഹെൽമെറ്റ് ക്യാമറ എല്ലാം കൂടെ അല്ലല്ലോ. അപ്പോൾ ഞാൻ ചെസ്റ്റ് മൗണ്ടിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചിട്ടൊന്ന് നിർത്തിയതാട്ടോ. അപ്പോൾ മോനെ, ഇനി നിൻ്റെ സ്ഥാനം ഇവിടെയല്ല, ഇവിടെയാണ്. ഈ കൂട്ടം കുറച്ച് നേരം ഇവിടെ ഇരിക്കുക, ഇല്ലെങ്കിൽ പോലീസ് മാമന്മാർ എന്നെ പിടിക്കും. പോവാന്നാ. ഇനി 1.5 മണിക്കൂർ കേട്ടോ. 86 കിലോമീറ്റർ. സമയം ഇപ്പോൾ 2:20 കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെങ്ങനെയായാലും ഒരു 3:30-4 എത്തും. അപ്പോൾ ഇന്ന് വോട്ട് ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ പ്രതീക്ഷ. ഇനി അങ്ങനെ തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ. ഇത്രയും ദിവസത്തെ പോലെ അല്ല കേട്ടോ. ഇന്ന് എനിക്കങ്ങോട്ട് ശരിക്കും വയ്യാണ്ടായി. എങ്ങനെയെങ്കിലും ഒന്ന് വീട് എത്തിയാൽ മതി എന്നായിട്ടോ. ഞാൻ ഓരോ 50 കിലോമീറ്റർ കൂടുമ്പോഴൊക്കെയാണ് നിർത്തണേ. അങ്ങനെ നിർത്തി വെള്ളം കുടിച്ച് മോര് കുടിച്ച് അങ്ങനെയാണ് ദേ തിരിച്ച് ഇവിടെ വരെ എത്തിയത്. ഈ LNT റോഡ് ഉണ്ടല്ലോ, അയ്യോ, ഒരു 6 ലൈൻ വേണ്ടടുത്ത് ഇപ്പോഴും 2 ലൈനാണ്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് റെക്കോർഡാവണ്ട കൂട്ടാ, എനിക്ക് കാണാനില്ല. അപ്പം അതിൻ്റെ ബുദ്ധിമുട്ട്, പിന്നെ ട്രാഫിക്, വയ്യായ, ചൂട്. വെൽക്കം ടു കേരളം. ദേ ഒതുക്കാൻ പറഞ്ഞു. ചെക്കിങ്ങാ, നിർത്തി. ഫുൾ സഹകരണം. എവിടെ സാറേ? തൃശ്ശൂർ. ഞാൻ ഇപ്പോൾ നാഗാലാൻഡ് പോയിട്ട് തിരിച്ചു പോകണം വഴിയാ. ഓക്കെ. വോട്ട് ചെയ്യാൻ പോവാ. ശരി, താങ്ക് യു. ഷൂ, എന്ത് സ്വീറ്റായിട്ട് അങ്ങനെ ബിഹേവ് ചെയ്തേ. ആളെൻ്റെ തോളത്തൊക്കെ കൈ തട്ടിയിട്ട് എങ്ങോട്ട് പോവാണ്, റൈഡ് പോവാണോ, സേഫായിട്ട് പോകൂ എന്നൊക്കെ പറഞ്ഞിട്ട്. പാലക്കാട് 22, കൊച്ചി 184, തിരുവനന്തപുരം 373. അങ്ങനെ ഫൈനലി എൻ്റെ നാടെത്തി. വാട്സപ്പിൽ ലക്ഷ്മിക്ക് ലൊക്കേഷൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ലൈവ്. ചിലപ്പോൾ അവിടെ ഗേറ്റിൻ്റെ അവിടെ നിൽക്കുന്നുണ്ടാവും, ഗേറ്റൊക്കെ തുറന്നിട്ട്.
ഹായ് ഹായ്. എന്താണ് എത്ര നാളായി കണ്ടിട്ട്? അതന്നെ ബാ ബാ. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട് തന്നെ. എവിടെ പട്ടിയാവണായിരുന്നു. പട്ടിയാണെങ്കിൽ ഇപ്പൊ അവിടെ പോയി നോക്കൂ കാണാം. ചോറുണ്ടാലോ? അയ്യോ എന്തൊരു സുഖം. ബാ 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 ബാ. സന്തോഷായ? എപ്പോഴാ വന്നേ? രാവിലെ? ഞാൻ രാവിലെ ലക്ഷ്മി കോഴിക്കോടായിരുന്നു. വോട്ട് ചെയ്യാൻ വേണ്ടി വന്നതാ. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായി വോട്ടില്ലാന്ന്. അത് ഞങ്ങൾ സ്കൂട്ടറിൽ വന്ന് ലക്ഷ്മിയുടെ ഒരു ഫ്രണ്ടും കൂടി സ്കൂട്ടറിൽ വന്നതാ. അയ്യോ ഞാൻ നോക്കി കുളിക്കട്ടെ. ചൂട്. കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ചോറുണ്ടാൻ പോവാണ്. അമ്മ എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചോറ്, 2 കുപ്പിയിൽ അച്ചാറ്, മീൻ വറുത്തത്, മീൻ കറി, ചീരത്തോരൻ, മുന്തിരിങ്ങ, ഉപ്പ്. ഇതെന്തത് അമ്മ? ഇതെന്താ അമ്മ? ലോങ്കനാണ്. എന്താണ്? നല്ലതാ. എന്താ ഫ്രൂട്ടാ? ഞാൻ ഭക്ഷണം കഴിക്കാത്ത കാലൊക്കെ വേദന എടുക്കണം. മുട്ട വേദന എടുക്കണം. എന്താ അറിയില്ല, വൈബ്രേഷൻ കാണുന്നു. കഴിച്ചാ? 3536. പിന്നെ വഴി തെറ്റിയതും അവിടെ എവിടെയൊക്കെ ആയിട്ട് 3600 കിലോമീറ്റർ ഉണ്ടാവും. ഭക്ഷണവും കഴിച്ച് ഞാനും ലക്ഷ്മിയും കൂടി ബൂത്തിലേക്ക് നടന്നു. വീടിൻ്റെ അടുത്ത് ചിന്മയ മിഷൻ കോളേജ് ഉണ്ട്. അവിടെയാണ് വോട്ട്. സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. രാജ്യസേവനത്തിന് ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് വന്ന് പോവാ. ഉറങ്ങണം കുറച്ച് നേരം. ഞാനേ വീട്ടിലവിടെ എത്തിയിട്ട് നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാം. കുറേ നേരം ഞാൻ ഇത് ഇന്ന് എപ്പോൾ തുടങ്ങിയത് എനിക്കറിയില്ല. ഒരു 10-40 മിനിറ്റ് 50 മിനിറ്റിനുള്ള കോണ്ടൻറ്റ് സുഖമായിട്ട് ഇതിലുണ്ട്. നമുക്ക് ഡോമിക്കൂട്ടനും കൂടി ഉള്ളപ്പോൾ വീഡിയോ എൻഡ് ചെയ്യാം കേട്ടോ. നടക്ക് ഉറങ്ങാം. തിരിച്ചെത്തിട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ഫാദറിൻ്റെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഫാദറിൻ്റെ ഹിമാലയം കണ്ടപ്പോൾ ഞാനങ്ങനെ വിചാരിച്ചു ഇത് മാറ്റി ഒരു ഹിമാലയൻ എടുത്താന്ന്. പക്ഷേ ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് ഡോമിക്കൂട്ടൻ എന്നെ ഞെട്ടിച്ചു കേട്ടോ. ഇന്ന് ഭയങ്കര അടിപൊളിയായിരുന്നു. അതായത് ഇത്രയും ദിവസം കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അതല്ല ഞാൻ പറഞ്ഞത്, ഇന്നലെ ഇതായിട്ട് ഒരു എന്താ പറയുക ബുദ്ധിമുട്ടില്ലാണ്ട് സുഖമായിട്ടാണ് വന്നത്. ഞാനൊരു 95-105 ആ ഒരു റേഞ്ചിൽ. എന്തോ എഞ്ചിന് കുഴപ്പമുണ്ട്. ഇതൊന്ന് ഓയിൽ തുള്ളിയായിട്ട് വീഴുന്നുണ്ട്. അപ്പോൾ അതെന്തോ ലീക്ക് വന്നിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ, വേറെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ചെയിനൊക്കെ ഭയങ്കരമായിട്ട് ലൂസായിട്ടോ. ഞാൻ രണ്ട് ദിവസമായിട്ട് മറ്റേ 1000 ചില്ലാനും കിലോമീറ്ററായിട്ട് ടൈറ്റൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതിങ്ങനെ 5 പവൻ്റെ മാല പോലെ ഇങ്ങനെ കിടക്കണേ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയും ഈ സീരീസും ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണത്. അമ്മയും വന്നിട്ടുണ്ട്. അമ്മയൊക്കെ രാവിലെ പോയി വോട്ട് ചെയ്ത് ഇടിക്കായിട്ട് വന്നിരിക്കുക അല്ലേ അമ്മ? അമ്മയുടെയും എൻ്റെയും പൊളിറ്റിക്കൽ ചിന്താഗതികൾ വേറെ കേട്ടോ. അപ്പോൾ പറയാം, വരണ്ട നീ മറ്റവർക്ക് വോട്ട് ചെയ്യും. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇങ്ങോട്ട് പറയാൻ അടുത്തേക്ക് സീരീസ് ഭാഗമായിരുന്നില്ലേ അവിടെ വന്നിട്ട്. ഈ സീരീസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. പുതിയ വീഡിയോസായിട്ട് അടുത്ത ദിവസങ്ങൾ വരാം. ഒരിത്തിരി ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും കേട്ടോ, ചെറുതായിട്ട് കുറച്ച് ദിവസം. അപ്പോൾ എന്തായാലും അതുവരെ എല്ലാവർക്കും ബൈ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. വേറെ എന്താ ചെയ്യണ്ടമ്മേ? ബൈ. അപ്പോൾ ശരി, കാണാം കേട്ടോ. ബൈ.